കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഉലുവക്കഞ്ഞിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിൽ നല്ലപോലെ വൃത്തിയാക്കി കഴുകിയിട്ട് ഒരു രാത്രി പുതിർത്തിയിട്ടാൽ നമുക്കത് രാവിലെ വേവിക്കുന്നത് പോലെ എടുക്കാം. അത്രയും സമയം നമുക്കത് പുതിർത്തിയിടാം. അല്ലെങ്കിൽ രാവിലെ പുതിർത്തിയിട്ട് രാത്രി ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് അത്ര ടൈം നമുക്കിത് കുതിർത്താൻ വേണ്ടി വരും. അങ്ങനെ നമുക്ക് കുതിർത്ത് കൊണ്ടുവരാം. ഞാൻ കുതിർത്ത് വെച്ച ഉലുവ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഞാൻ 1/4 കപ്പ് വൻപയർ കൂടെ കുതിർത്ത് വെച്ചിരുന്നു. അത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് ചെറുപയർ. ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിതിലേക്ക് നേരിട്ട് ചേർക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് പച്ചരി ഇതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊന്ന് എൻ്റെ കുക്കർ വേഗം തന്നെ ആയിക്കിട്ടും. അതുകൊണ്ട് 2 വിസിൽ അടിച്ചിട്ട് ഞാനിത് ഓഫ് ചെയ്യും. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിൻ്റെ അനുസരിച്ച് നിങ്ങളത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. രണ്ട് വിസിൽ വന്നതിന് ശേഷം ഇത് നല്ലപോലെ തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ഞാൻ ഉരുക്കി വെച്ചതാണ്. അത് ഉരുക്കി അരിച്ച് വെച്ചതാണ്. ഇത് ഏകദേശം 1/2 കിലോ ഉണ്ട്. പക്ഷെ നമുക്കിത് 1/2 കിലോ മുഴുവൻ വേണ്ട. ആവശ്യത്തിന് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉലുവ ആയതുകൊണ്ട് കുറച്ചധികം മധുരം ഇരിക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് അരമുറിയും കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൽ ആവശ്യത്തിന് വെള്ളം അധികം ലൂസാവേണ്ട കാര്യമില്ല. എന്നാലും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇത് നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇടുന്നില്ല. ഇത് വളരെ നല്ല ഒരു കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഡെയിലി നമ്മൾ കർക്കിടക മാസത്തെ കുടിക്കുമ്പോൾ നമുക്ക് ജോയിൻറ്റ് പെയിനും നടുവേദനയെല്ലാം ഉണ്ടാകുന്നത് എല്ലാം മാറിക്കിട്ടും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്.